നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഒരു ദോശയാണ്. ദോശ എന്ന് വെച്ചാൽ സെമോലിന അഥവാ സൂചി റവയും ആട്ടയും ചേർന്നുള്ള ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഗ്ലാസ് സൂചി റവ അഥവാ സെമോലിന, 2 ടേബിൾ സ്പൂൺ ആട്ട, തേങ്ങ ചിരകിയത് ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ഇത് പ്രിപ്പയർ ചെയ്യേണ്ട വിധം: ആദ്യമായിട്ട് നമുക്ക് ഈ സൂചി റവ കുറച്ച് വെള്ളം ഒഴിച്ച്, അതായത് റവ മുഴുവൻ വെള്ളത്തിൽ മുങ്ങി നിൽക്കത്തക്ക വിധത്തിൽ വെള്ളമൊഴിച്ച് 1 മണിക്കൂർ നേരം കുതിരാൻ വെക്കാം. അതെന്തിനാന്ന് വെച്ചാൽ ദോശ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഓൾറെഡി സൂചി റവ 1 മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം ഇത്രയും വെള്ളം ഒഴിച്ചാൽ മതി, മുങ്ങി നിൽക്കത്തക്ക വിധത്തിൽ റവ മുഴുവനായിട്ട്. ഓക്കെ, ഞാനിത് ഓൾറെഡി 1 മണിക്കൂർ സോക്ക് ചെയ്തിട്ടുണ്ട്. ഈ റവയിലേക്ക് നമുക്കിനി ഈ ആട്ട കുറേശ്ശെയായിട്ട് ചേർക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയത് ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഒരു 15 മിനിറ്റിലേക്ക് മാറ്റി വെക്കാം. ആട്ടയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ്. 15 മിനിറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. വേണമെങ്കിൽ ഈ ദോശമാവ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ദോശക്കല്ല് നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം ആദ്യം. ആസ് യൂഷ്വൽ കവർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇതും ഗ്രീസ് ചെയ്യാം. മറുവശവും ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. കണ്ട, ഒരു ദോശ കൂടി ചുട്ടെടുക്കാം. കവർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ രണ്ടാമത്തെ ദോശയും ആയിക്കഴിഞ്ഞു. നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. വളരെ സോഫ്റ്റ് ആണ് ഈ ദോശ.
അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എന്നത്തെയും പോലെ വളരെ കുറച്ച് സാമഗ്രികളെ ആവശ്യമുള്ളൂ, ഉണ്ടാക്കാനും എളുപ്പമാണ്. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് വെച്ചാൽ പരിപ്പ് കറിയോ ചമ്മന്തിയോ ആണ്. എന്നത്തെയും പോലെ വളരെ സിമ്പിളാണ് ഇന്നത്തെ റെസിപ്പിയും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ അവസാനം വരെ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു റെസിപ്പിയുമായി അടുത്ത ദിവസം.